ഗൂഗിൾ അക്കൗണ്ട്, ഗൂഗിൾ ആപ്സിൽ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സങ്കേതങ്ങളാണ്. ഇങ്ങനെ ഗൂഗിൾ ഉണ്ടാക്കി വെച്ച ഈ സങ്കേതങ്ങളെ ജി സ്യൂട്ട് ആപ്ലിക്കേഷൻസ് എന്നാണ് പറയുക. ഈ ജി സ്യൂട്ട് ആപ്ലിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടി ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. അവയാണ് നമ്മൾ പ്രധാനമായും പരിചയപ്പെട്ടത്. അതിൽ ഗൂഗിൾ ഫോം, ഗൂഗിൾ ഡോക്യുമെൻ്റ്, അങ്ങനെയുള്ള ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം, ഈ ഡ്രൈവ് ഉണ്ടോ, ഗൂഗിൾ ഡ്രൈവ്, ഇതൊക്കെ നമുക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഈ ജി സ്യൂട്ട് ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷന് വേണ്ടി മാത്രമല്ല, വേറെ പല സംരംഭങ്ങൾക്ക് വേണ്ടിയും ഉണ്ടാക്കിയതായിട്ടുണ്ട്. ജി സ്യൂട്ട് ആപ്ലിക്കേഷൻസ് ഇങ്ങനെയല്ല, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഇതൊക്കെ ഇപ്പം പറഞ്ഞതൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെയല്ലാതെ ക്ലൗഡ് ആപ്ലിക്കേഷനായിട്ട് ജി സ്യൂട്ട് മാർക്കറ്റ് പ്ലേസിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കത് കാണാം. ഗൂഗിൾ ഫോർ എഡ്യൂക്കേഷൻ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ക്ലാസ് റൂം, മെയിൽ, ഗൂഗിൾ കലണ്ടർ, ഫോം, ഡോക്യുമെൻ്റ്, ഷീറ്റ്, സ്ലൈഡ്, ഇത്തരത്തിൽ ഒരുപാട് സങ്കേതങ്ങൾ ഗൂഗിൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരു ഡ്രോയിങ് ടൂളാണ് ജാംബോർഡ്. ഇന്ന് നമ്മൾ ഈ ജാംബോർഡാണ് പരിചയപ്പെടുന്നത്. ഇതൊന്നുകിൽ ഈ ഗൂഗിൾ ആപ്പ് വഴി ഈ ജാംബോർഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരിട്ട് ജാംബോർഡിൽ എത്താം. അങ്ങനെയല്ലെങ്കിൽ ഈ ബ്രൗസറിൽ jamboard.google.com jamboard.google.com ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോ ലഭിക്കും. ഇവിടെ ഞാൻ മുമ്പേ ചെയ്തത് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ അതായത് ഈ അക്കൗണ്ട് വഴി ചെയ്തത് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. നമുക്ക് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ന്യൂ ജാം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ടത് jamboard.google.com, അതിൽ ക്രിയേറ്റ്. ഇത് പുതിയൊരു ജാംബോർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ട സ്പേസാണ്. നമുക്ക് ആദ്യം ടൈറ്റിൽ ജാം എന്ന ഈ ഫയലിനെ ചെറിയൊരു ക്ലാസ്സിൽ എടുക്കാം. 1ാം ക്ലാസ്സിൽ 1ാമത്തെ പാഠം വീട്. ഇത് നമുക്ക് മലയാളത്തിൽ അടിച്ചു കൊടുക്കാം. അന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ എഴുത്തുപകരണങ്ങൾ, ക്ലിക്ക് ചെയ്യുക. എഴുത്തുപകരണങ്ങൾ, ഇതും ഒരു ഗൂഗിൾ സേവനം തന്നെയാണ്. ലാംഗ്വേജ് സെലക്ട് ചെയ്യണം കേട്ടോ. ഒരു ഭാഗത്തിലെ ഏത് ലാംഗ്വേജും നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ ഏത് ഭാഷയിലേക്കാണ് പരിവർത്തനം ചെയ്യേണ്ടത്, ഫോണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ആ
ലാംഗ്വേജ് ഇവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് അടിക്കാം വീട്. ഏതാണോ വേണ്ടത് ഇത് തിരഞ്ഞെടുക്കാം. കോപ്പിയോ കട്ടോ ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം. ജാംബോർഡിന് നമ്മൾ മലയാളത്തിൽ തന്നെ പേര് കൊടുക്കാം. ഓക്കെ, അവിടെ വീട് എന്ന് പേര് വന്നു. ഇത് പെൻ. ഈ പെന്നിനെ നമുക്ക് മാർക്കറാക്കാം, ഹൈലൈറ്ററാക്കാം, ബ്രഷാക്കാം. അതിൻ്റെ മഷിയുടെ നിറവ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെന്ന് ഉപയോഗിച്ചിട്ട് ഇവിടെ സാധാരണ നമ്മൾ എഴുതുന്നത് പോലെ കുറച്ച് സമയം എടുത്ത് എഴുതിയാൽ നല്ല ഭംഗിയിൽ കിട്ടും. നല്ല മൗസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഭംഗിയായ വീട്. ഇവിടെ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഈ പെന്നൊന്ന് ഡ്രാഗ് ചെയ്താൽ നേർവര കിട്ടും. ഷിഫ്റ്റ് അമർത്തി പിടിക്കുക, എന്നിട്ട് മൗസ് ഓക്കെ. ഒന്നാം ക്ലാസ്സിലെ ടീച്ചർമാരും ഇതിലുണ്ട്, ഉപയോഗപ്പെടുത്താനാവുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ഇറേസർ കൊണ്ട് നമ്മൾ വരച്ച ഭാഗം വേണമെങ്കിൽ ഒന്ന് മായ്ച്ച് കളയാം. നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ വരക്കാം കേട്ടോ. ഓക്കെ, ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് മൗസ് ക്ലിക്ക് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു കുഞ്ഞ് ജനലുമായാലും വീട് റെഡി. ജനൽ വലിപ്പം വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീട്. ഒന്നാമത്തെ ഈ ഒരു ടൂള് പരിചയപ്പെട്ടു, പെന്ന്, അത് മാർക്കർ, അതിൻ്റെ കളറ്. അപ്പോൾ ഒന്നുകൂടി ഞെക്കിയാൽ ഒരു പ്രാവശ്യം ഞെക്കിയാൽ രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് സെലക്ട് ചെയ്യാനുള്ള ടൂളാണ്. ഇത് സ്റ്റിക്കി നോട്ട്, അതായത് ബോർഡ് പോലെ, അതായത് ഒരു അച്ചടിച്ച ബോർഡ് പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാം. വീട് നല്ല വീടാണല്ലോ പാഠം. വീട് നല്ല വീട്.
ഇനി ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാം. ഇഷ്ടമുള്ള കളർ എടുക്കാം. സേവ് അടിക്കും. വീണ്ടും സ്റ്റിക്കി നോട്ട് വേണമെങ്കിൽ ഇവിടെ അടിക്കാം, ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. എവിടെയാണ് നമുക്ക് കൊണ്ടാക്കേണ്ടത് അവിടെ കൊണ്ടാക്കാം. ഇതിൻ്റെ വലിപ്പം കൂട്ടാം. റൊട്ടേഷൻ വേണമെങ്കിൽ അങ്ങനെ ഏത് ഭാഗത്തേക്കും വേണമെങ്കിൽ തിരിക്കാം, തിരിച്ച് വെക്കാം. വീട് നല്ല വീട്.